തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷ സ്വീകരിക്കുന്നത് വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനം ടി വി വാർത്തയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. ജനം ഇമ്പാക്റ്റ് ആണ്. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി സർക്കാർ നടത്തിയ ഒരു വാഗ്ദാന പെരുമഴ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായിട്ടൊരു സംഭവം. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇതാണെന്ന് നമ്മൾ അന്നേ വാർത്തയുണ്ടായിരുന്നു. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അബൽ, കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ 29-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പഴയ കിറ്റ് രാഷ്ട്രീയം പോലെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. അതിലൊന്നായിരുന്നു നിലവിൽ ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികളിൽ ഉൾപ്പെടാത്ത സാധാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളെ സ്ത്രീകൾക്ക് മാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രഖ്യാപനം. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ള വിലയിരുത്തലുകൾ വിമർശനങ്ങളൊക്കെ വന്നതാണ്. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പോഴും ഇടത് നേതാക്കളുടെ നേതൃത്വത്തിലും ചില ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മുനിസിപ്പാലിറ്റികളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫോമുകൾ വിതരണം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ചില CPM-ന്റെ നിലവിലുള്ള വാർഡ് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ഈ ഫോമുകളുടെ അതായത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്ന വ്യാജേന ചില ഫോമുകളുടെ മാതൃകകളുമായിട്ടൊക്കെ വോട്ട് തേടാൻ ഇറങ്ങുമ്പോൾ വീടുകളിലെത്തുകയും അവിടെയുള്ള സ്ത്രീകളെ കൊണ്ട് ഈ ഫോം പൂരിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പലയിടത്തും സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഇതിന് നേതൃത്വം നൽകി. ജനം ടി വി തുടർച്ചയായി ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോർപ്പറേഷനുകളിലാവട്ടെ, പഞ്ചായത്തുകളിലാവട്ടെ, മുനിസിപ്പാലിറ്റികളിലാകട്ടെ എല്ലായിടങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലും നിലവിൽ മെമ്പർമാരായി ഇരുന്നവരുടെ നേതൃത്വത്തിലും ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യാജ ഫോമുകൾ വിതരണം ചെയ്യുകയും ആ വ്യാജ ഫോമുകളിൽ ആളുകളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ച് തങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പദ്ധതി ലഭ്യമാകും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ആ തുടർ വാർത്തകളിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന തലത്തിൽ നിരീക്ഷക സെല്ലിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏത് വിധത്തിലുള്ള ഫോം വിതരണവും നിലവിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ അത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ലംഘനമായി വരുമെന്നുള്ള വിലയിരുത്തൽ കൂടി അത്തരം നടപടികൾ പൂർണ്ണമായും കമ്മീഷൻ നിരോധിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് അത്തരം ചില ഫോമുകൾ സ്വീകരിച്ചാലും അത് സ്ത്രീകൾക്ക് ഗുണകരമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പദ്ധതി പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല. തിരഞ്ഞെടുപ്പ് നിൽക്കുന്നുണ്ട് തന്നെ അതിന് സാധ്യവുമല്ല. പിന്നെ ഇങ്ങനെയുള്ള ഫോമുകൾ വിതരണം ചെയ്യുമ്പോൾ അത് വ്യാജ ഫോമുകൾ എന്ന് മാത്രമാണ് വിളിക്കാൻ കഴിയുക. അതങ്ങനെ തന്നെയാണ്. പലയിടത്തും ഫോമുകളുടെ മാതൃകകൾ പോലും പലതാണ്. അതുകൊണ്ട് ഈ ഫോമുകൾ നിർത്തിവെക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ പദ്ധതി നഷ്ടമാക്കുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. മറിച്ച് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുകയും ആ നടപടിക്രമങ്ങൾ തുടർച്ചയായി മാധ്യമങ്ങളിൽ ജനം ടി വി വാർത്ത നൽകിയത് കൊണ്ട് തന്നെ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടലും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അമൽ, ശരി പ്രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷ സ്വീകരിക്കുന്നത് വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനം ടി വി വാർത്തയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. ജനം ഇമ്പാക്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹനൻ.